കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നു അത്. ശക്തരിൽ ശക്തനായ എതിരാളിക്കൊരു പോരാളിയായി DGP ജേക്കബ് തോമസ് UDFിൻ്റെ അഴിമതികൾക്കെതിരെ ആഞ്ഞടിച്ചത്. അന്ന് നമ്മൾ കരുതി യവൻ പുലിയാണെന്ന്. എന്നാ പെർഫോമൻസ് ആയിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വരെ വിരട്ടുന്ന ഡയലോഗുകൾ അന്ന് ഇദ്ദേഹം ചുമ്മാ തള്ളിക്കൊണ്ടിരുന്നു. എന്തോരം ബഹളങ്ങളായിരുന്നു. പവനായി പലതരം ആയുധങ്ങളാണ് അഴിമതിക്കാർക്ക് മുന്നിൽ നിരത്തിയത്. പോലീസിനും പട്ടാളത്തിനും ഞാനിന്നൊരു പേടി സ്വപ്നമാണ്. Look here. Listen boys. ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? Come on. Look man, I am not an alabalaji, a real professional killer. കാലം മാറി. എല്ലാം ശരിയാക്കുന്ന ടീമുകളെത്തി. നമ്മുടെ ജേക്കബ് സാറും കൂടും കുടുക്കയും എടുത്ത വിജിലൻസ് ആസ്ഥാനത്ത് എത്തി. പച്ചക്കാടും ചുവപ്പ് കാടുമൊക്കെയായി. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എപ്പോഴും നമ്മൾ മാത്രം സ്വപ്നം കണ്ടു. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി. തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ സർക്കാർ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ചെയ്യും. അതേത് ഉത്തരവാദിത്വമാണേലും എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഒരു ഭംഗിയുണ്ടല്ലോ. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. അന്വേഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശുദ്ധിയുടെ മാർഗത്തിൽ കൂടെ തന്നെയായിരിക്കും നടക്കുക. നല്ല 5-6 കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. 5-6 ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തുവെന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. $2000 ആ വഴിക്ക് മാറി കിട്ടൂലേ. ദാസ, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. കൂട്ടിലെ തത്ത കൂട്ടിൽ നിന്ന് പുറത്തു വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തത്ത ഇപ്പോഴും കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ അകത്തിങ്ങനെ പറഞ്ഞിറങ്ങിയ പറയാൻ അതിന് പറ്റുന്നില്ല സാർ. തത്തയുടെ കാല് തല്ലി ഒടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങൾ തത്തയായിട്ട് തന്നെ നിന്നോട്ടെ എന്നാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല.
alisema nami sikuwasikiza. Sasa na mimi niko hatarini, nitafanyaje? Na wazazi wangu sasa wako mbali sana. ക്രിയേറ്റീവ് വിജിലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ കുറേയധികം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എല്ലാം നമ്മൾ എന്താ പറയുക, ഈ പത്തി വിടർത്തി ആടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കടി കൊള്ളുമ്പോൾ അറിഞ്ഞോളും. നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാൽ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ എല്ലാ കാര്യവും രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് സേഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട. ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? ഇവിടെ തെക്ക് വടക്ക് നടക്കാനാണോ സർക്കാർ കാശ് മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? വിജിലൻസിന് വേഗത പോരാ എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ? എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ, ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ കള്ളക്കളിക്ക് കൂട്ടാരാണ് അതറിയണം. ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം എന്താണ് അറിയണം. കേരളത്തിലെ വിജിലൻസ് സർക്കാരിന്റെ താളത്തിനൊത്ത് തുള്ളുകയാണ്. ഇപ്പം EP ജയരാജന്റെ കേസിൽ 42 ദിവസമായല്ലോ. എന്തുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കാത്തത്? അപ്പം വിജിലൻസ് ആദ്യത്തെ ആവേശമൊക്കെ ഇപ്പം ഇവിടെ പോയി എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് EP ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി. അല്ല, ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. അങ്ങനെ 9 മാസം പ്രായമായ വിജിലൻസ് തത്ത ഒരു സുപ്രഭാതത്തിൽ പറന്നുപോയി. ഇപ്പോൾ വിജിലൻസിന് സ്വന്തമായി ഒരു ഡയറക്ടർ പോലുമില്ല. പകരം DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ചുമതല. ബെസ്റ്റ്. പരാതി പറയാൻ വന്ന ഒരമ്മയെ പോലീസ് ആസ്ഥാനത്തിട്ട് ചവിട്ടി നൂർത്ത ടീമുകളാണ് ഇപ്പോൾ സ്വതന്ത്ര ചുമതല വേണ്ട വിജിലൻസിൻ്റെ തലപ്പത്ത് ചൊറിയും കുത്തി ഇരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു ADGP ഡയറക്ടറായപ്പോൾ ബഹളം വെച്ച ടീമുകളൊക്കെ ഇപ്പോൾ എവിടെ? വിജിലൻസിന് ഇപ്പോൾ ഡയറക്ടറേ ഇല്ല. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. അച്ഛൻ പോവാണ് മക്കളെ. യാത്രയായി യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുന്നിതൻ ദേശാടന വേളയായി. തത്ത ചത്തു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. അനുഗ്രഹിക്കൂ പോകാൻ അനുവദിക്കൂ. അങ്ങനെ പവനായി ശവമായി.